സംസ്ഥാനത്ത് അതിതീവ്ര മഴയിൽ കനത്ത നാശനഷ്ടം. എറണാകുളം നഗരത്തിലടക്കം മിന്നൽ പ്രളയം കണക്കെ വെള്ളം ഇരച്ചെത്തി. കടകളിൽ വെള്ളം കയറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിലും വെള്ളം കയറിയിരിക്കുന്നു. എറണാകുളം ഇൻഫോ പാർക്കിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ബൈക്കുകളടക്കം ഒലിച്ചുപോയി. ഡീറ്റെയിലായി നോക്കാം. വരും മണിക്കൂറിൽ കൂടുതൽ മഴയുണ്ടാകും. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കേരളത്തിൽ കനത്ത മഴ. 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരളത്തിൽ 5 ദിവസം കൂടി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ്. ആലപ്പുഴ തുറവൂരിൽ ദേശീയപാതയിലേക്ക് വെള്ളം കയറി ഗതാഗതക്കുരുക്കുണ്ടായി. കേരളത്തിലെ പല ജില്ലകളിലും കനത്ത മഴയെ തുടർന്ന് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കൊച്ചിയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും ഉണ്ട്. ഇൻഫോ പാർക്കിൽ കനത്ത മഴയിൽ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. മണിക്കൂറുകളായി നിർത്താതെ പെയ്യുന്ന മഴയാണ്. എറണാകുളം ജില്ലയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലായി. വൈറ്റില, കുണ്ടന്നൂർ, ദേശീയപാത, ഇടപ്പള്ളി, SRM റോഡ്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ലിങ്ക് റോഡ്, ഇൻഫോ പാർക്ക്, KSRTC ബസ് സ്റ്റാൻഡ്, MG റോഡ്, കടവന്ത്ര സൗത്ത്, ചിറ്റൂർ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കനത്ത മഴയിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. മിന്നൽ പ്രളയം കണക്കെ മഴവെള്ളം ഒഴുകിയെത്തി. KSRTC പരിസരത്തെ മിക്ക കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. വൈകിട്ട് 4 മണിയോടെ തുടങ്ങിയ മഴയാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിലായിട്ടുണ്ട്. നാദാപുരം തൂണേരിയിൽ ഫാമിലി സൂപ്പർ മാർക്കറ്റിൻ്റെ മതിൽ ഇടിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഗതാഗതം തടസ്സപ്പെട്ടു. മുക്കത്തും കനത്ത മഴയാണ് ഉണ്ടായത്. കൊടിയത്തൂർ പഞ്ചായത്തിൽ റോഡുകളിലും വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു. പന്തീരാങ്കാവിൽ ഇടിമിന്നലിൽ വീടിന് തീ പിടിച്ചു. തൃശൂർ നഗരത്തിൽ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. കടകളിലും പ്രധാന മാർക്കറ്റുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഒലിച്ചുപോയി. നഗരഹൃദയമായ സ്വരാജ് റൗണ്ട് വെള്ളത്തിൽ മുങ്ങി. ജൂബിലി മിഷൻ ആശുപത്രി റോഡിലും അശ്വിനി ഹോസ്പിറ്റലിലും വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വാർഡുകളിൽ വെള്ളം കയറിയത് ദുരിതത്തിന് ഇടയാക്കി. വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്.